റഷ്യയുടെ ഒരു ചാരക്കപ്പൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നത് മാത്രം അല്ല, ഞങ്ങളുടെ പ്രധാനപ്പെട്ട അണ്ടർ വാട്ടർ കേബിൾസിനെ അവർ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പോർച്ചുഗലിന്റെ നേവി ഒരു കുറ്റാരോപണം നടത്തി. ഇതിനകം റഷ്യയ്ക്കും നാറ്റോയ്ക്കും ഇടയിലുള്ള സംഘർഷത്തെ ഇതിപ്പോ മറ്റൊരു ഘട്ടത്തിലേക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. റഷ്യ ഈ ഒരു കടൽ പ്രദേശം ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തെ ആക്സസ് ചെയ്ത് അവരുടെ കപ്പലുകളെ ട്രാൻസിറ്റ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമേ അല്ല. പക്ഷേ ഇവരുടെ കപ്പലുകളെ നിരീക്ഷിക്കാൻ പോർച്ചുഗൽ ഗവൺമെന്റ് 12-ലധികം F-16 വിമാനങ്ങളെ 2 ദിവസം ഇടവിടാതെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ റഷ്യയുടെ KH-59 മിസൈൽസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയെ ഉക്രൈൻ അവരുടെ ഡ്രോൺ സ്ട്രൈക്കിൽ ഡാമേജ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. പോർച്ചുഗൽ നാറ്റോയുടെ അറ്റ്ലാന്റിക് കടൽ പ്രദേശത്തിനടുത്തുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യം. നാറ്റോയിൽ ഇവരുടെ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ റഷ്യൻ കപ്പലുകളെ നിരീക്ഷിക്കുക. ഇപ്പോ ഈ റഷ്യ ബാൾട്ടിക് കടൽ പ്രദേശത്തെ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും അവർക്ക് ആർട്ടിക് കടലിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ ബാൾട്ടിക് പ്രദേശത്തെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രം വഴി മാത്രമേ ട്രാൻസിറ്റ് ചെയ്യാനും സാധിക്കൂ. അപ്പോൾ ഈ ഒരു ബാൾട്ടിക്കിനെ പ്രധാനപ്പെട്ട ഹബ്ബാക്കി തന്നെ അവിടെ മാറ്റുന്നുണ്ട്. ബാൾട്ടിക് റീജിയനിലുള്ള കലിനിൻഗ്രാഡ് റീജിയനെ ആക്സസ് ചെയ്യുന്നതിനും ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കടൽ പ്രദേശമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പോർച്ചുഗലിന്റെ സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ EEZ എന്ന് പറയും. അതായത് ഒരു രാജ്യത്തിന് കടൽ അതിർത്തി എന്നത് ആ രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് നിന്നും, അതായത് കടൽ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്നും 12 നോട്ടിക്കൽ മൈൽ അത്രയും ആ രാജ്യത്തിന്റെ ഒഫീഷ്യൽ കടൽ പ്രദേശമായിരിക്കും. ആ പ്രദേശത്ത് ആ രാജ്യത്തിന്റെ പൗരന്മാർ ഒഴികെ മറ്റാരും തന്നെ പ്രവേശിക്കാൻ പാടില്ല. കപ്പൽ വഴിയോ കടലിന് മുകളിലുള്ള എയർ സ്പേസ് വഴിയോ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ രാജ്യത്തിന്റെ പക്കൽ നിന്നും അനുവാദം വാങ്ങിയതിനു ശേഷം മാത്രമേ സാധിക്കൂ. കൃത്യമായ അനുവാദം ചോദിക്കുകയും അവരിൽ ഒരു അറിയിപ്പ് കൊടുത്ത് അപ്രൂവൽ ലഭിച്ചതിനു ശേഷം മാത്രമേ നുഴയാൻ സാധിക്കൂ. ഒരുപക്ഷെ ആരെങ്കിലും അനുമതി ഇല്ലാതെ കയറുകയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാനും അവരെ ന്യൂട്രലൈസ് ചെയ്യാനും അറസ്റ്റ് ചെയ്യുവാനുമുള്ള അധികാരം ഇത് സംബന്ധിക്കുന്ന രാജ്യത്തിനുണ്ട്. കാരണം അത് അവരുടെ കടൽ അതിർത്തിയാണ്. അടുത്തത് കണ്ടസ്റ്റഡ് സോൺ, അതായത് വീണ്ടും ഒരു 12 നോട്ടിക്കൽ മൈൽ ദൂരം. ഇതിനുള്ളിൽ നുഴയുന്നതിന് പെർമിഷൻ ആവശ്യമില്ലെങ്കിലും ആ പ്രദേശത്തുള്ള വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനും ആ പ്രദേശത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു അധികാരം ആ രാജ്യത്തിനുണ്ട്. അങ്ങനെ ഇവയെല്ലാം ചേർത്ത് ഒരു 200 നോട്ടിക്കൽ മൈലാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണായി വരിക. ഇവിടെ സബ്മറൈൻ കേബിൾസ്, അണ്ടർ വാട്ടർ ആക്ടിവിറ്റീസ് ഇവയെല്ലാം ഏത് രാജ്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ അവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ, അത് എണ്ണ സംബന്ധിക്കുന്ന വിഭവങ്ങളായിരിക്കാം, മത്സ്യസമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ കടലിനടിയിൽ എന്തെല്ലാമാണോ ഉള്ളത്, ഗ്യാസ് ഉൾപ്പെടെ എല്ലാം തന്നെ അത് സംബന്ധിക്കുന്ന രാജ്യത്തിന് മാത്രമാണ് സ്വന്തം. ആ പ്രദേശത്ത് ആർക്ക് വേണമെങ്കിലും മീൻ പിടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഭൂമിക്കടിയിലുള്ള പ്രകൃതി വിഭവങ്ങൾ എല്ലാം ആ രാജ്യത്തിന് മാത്രമായിരിക്കും സ്വന്തം. ഇപ്പോ ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിനുള്ളിലാണ് ഈ സംഭവം ഇപ്പോൾ നടന്നത്. റഷ്യയുടെ ഏത് കപ്പലുകളാണ് ഇതിൽ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ എത്ര ദിവസം റഷ്യ അവിടെ ആങ്കർ ചെയ്തിരുന്നു, ഇത് സംബന്ധിക്കുന്ന വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോ ഈ തുടക്കഘട്ടത്തിൽ വന്ന വാർത്ത തന്നെ പോർച്ചുഗൽ മാധ്യമങ്ങൾ കൺഫേം ചെയ്തതാണ്. ഡിസംബർ 18-19 ഈ 2 ദിവസവും ഇവരുടെ കപ്പൽ യാതൊരു ചലനവും ഇല്ലാതെ പോർച്ചുഗലിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ സംബന്ധിച്ച് അമേരിക്കയ്ക്കായാലും യൂറോപ്പിനായാലും ഇന്റർനെറ്റ് ഷെയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇന്റർനെറ്റ് കേബിൾസും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുന്ന പവർ കേബിൾസും അവിടെ ഒരുപാടുണ്ട്. ഇപ്പോ ഈ ഒരു പ്രശ്നത്തെ ഇത്രത്തോളം വലുതായി സംസാരിക്കാൻ കാരണം, അതും F-16 അയച്ച് ഇതിനെ മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ ഇതെന്തുകൊണ്ട് വലിയ ഇഷ്യൂ ആയി മാറിയെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ എസ്റ്റോണിയയ്ക്കും ഫിൻലാൻഡിനും ഇടയിൽ കടലിനടിയിൽ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കേബിൾ നശിച്ചിരുന്നു. ഇത് മാൻമെയ്ഡ് കോഴ്സ് കാരണമാണ് സംഭവിച്ചത് എന്നായിരുന്നു ആ സമയത്ത് വന്ന വാർത്ത. ഒരുപക്ഷെ റഷ്യയുടെ പ്രവർത്തനം ഇതിൽ ഉണ്ടായിരുന്നിരിക്കുമോ എന്നുള്ള രീതിയിലും അന്വേഷണം പോയിരുന്നു. ഇതിനു മുൻപ് നടന്ന സംഭവങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ കപ്പലുകളുടെ നങ്കൂരം താഴെ ഡോഗ് ചെയ്തിട്ട് വീണ്ടും അത് പൊക്കിയെടുക്കുമ്പോൾ ആ നങ്കൂരത്തിൽ അകപ്പെട്ട് ഒരുപാട് കേബിൾസ് ഡാമേജ് ആയിട്ടുണ്ട്. ഇനി ഹൂത്തീസ് ചെയ്ത ചില കാര്യങ്ങൾ കൂടെയുണ്ട്. ചെങ്കടൽ പ്രദേശത്തെ വളരെ പ്രധാനപ്പെട്ട ഇന്റർനെറ്റ് പവർ കേബിൾസിനെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ നശിപ്പിച്ചു. ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഗാസയ്ക്ക് അവരുടെ പിന്തുണ അറിയിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ റഷ്യൻ യുദ്ധക്കപ്പലുകളെ അവർ നിരീക്ഷിക്കുന്നുണ്ട്. അതും ബാൾട്ടിക് കടൽ പ്രദേശം, യൂറോപ്യൻ ഭൂഖണ്ഡം, അറ്റ്ലാന്റിക് കടൽ പ്രദേശം, എവിടെയെല്ലാമാണോ റഷ്യൻ കപ്പലുകൾ ഉള്ളത് അവയെല്ലാം 24 മണിക്കൂറും നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ 12 റഷ്യൻ യുദ്ധക്കപ്പലുകളെ ഇവരുടെ സർവൈലൻസിനുള്ളിൽ കൊണ്ടുവന്നു.
F-16 സംബന്ധിച്ച് അവർ വളരെ കോൺഷ്യസ് ആയി തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനകം ഞാൻ പറഞ്ഞിരുന്നു 12 റഷ്യൻ കപ്പലുകൾ ഇവരുടെ റഡാർ നിരീക്ഷണത്തിൽ കൊണ്ടുവന്നു എന്ന്. ഇതിനകം ഉക്രൈനുള്ളിൽ ഉക്രൈന്റെ F-16 റഷ്യ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഉക്രൈന്റെ F-16 റഡാർ സിഗ്നേച്ചേഴ്സോ അല്ലെങ്കിൽ വളരെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ വരുമ്പോൾ അതിന്റെ RCS ഇവർക്ക് ലഭിക്കാൻ പാടില്ല എന്നതിനു വേണ്ടി അമേരിക്കയും നാറ്റോയും ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത് ഉക്രൈനെ കുറിച്ചുള്ള വാർത്ത. ട്രംപ് അധികാരമേറ്റതിനു ശേഷം സെലൻസ്കിയുടെ നിലപാട് ഒരൽപ്പം അവർക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അമേരിക്കയുടെ പക്കൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട്, യൂറോപ്പിൽ നിന്നും സഹായം വരുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് വരുന്ന സഹായം അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സഹായം കുറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് റഷ്യ എതിർത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോ ഞങ്ങൾ ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ധാരാളം പണം ആവശ്യമാണ്. ഈ ഒരു വാക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. പണം ഞങ്ങൾക്ക് ധാരാളം ആവശ്യമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് ആയുധ സഹായം എന്നതിനപ്പുറം ഒരു പണസഹായം എന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം എന്തായാലും ഒരു ദിവസം അവസാനിക്കും. അന്ന് അമേരിക്ക നൽകിയ ആയുധ സഹായത്തിനും അവർ നൽകിയ പണസഹായത്തിനും ഒരിക്കലും ഒരു കണക്ക് ചോദിക്കില്ല. എന്നാൽ അടുത്ത 2-3 വർഷത്തെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു ടീം ഇറങ്ങി ഇത് മുഴുവനായും അനലൈസ് ചെയ്യും. ആർക്കൊക്കെയാണ് ഈ ഫണ്ട് പോയത്, അല്ലെങ്കിൽ ആയുധങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ തിരഞ്ഞെടുക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായും അവർ കണ്ടെത്തും. അതിനാൽ ഈ ആയുധം എന്നതിനപ്പുറം അവർ ഈ ക്യാഷായി വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനകം ആർക്കെല്ലാമാണോ ക്യാഷ് ഫ്ലോ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വീണ്ടും ഇതൊരു ലാഭമുണ്ടാക്കും. ഇത് കാരണം ഉണ്ടാകുന്ന നേട്ടമെല്ലാം തീർച്ചയായും ഇവർ തന്നെയായിരിക്കും അനുഭവിക്കുക. പക്ഷെ ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നേരിട്ട് ഉക്രൈൻ ജനങ്ങളുടെ തലയിലായിരിക്കും വീഴുക. നാളെ ജനങ്ങളായിരിക്കും ഇവയെല്ലാം പലിശയോടുകൂടി അമേരിക്കയ്ക്ക് നൽകേണ്ടി വരിക. ഇനി അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഉക്രൈൻ നന്നായിരിക്കാൻ വേണ്ടി വെറുതെ ഈ ഒരു പണം നൽകിയതൊന്നുമല്ല. ഇവർ നൽകിയതിൽ ചില ബില്യൺ ഡോളേഴ്സ് മാത്രമാണ് നോൺ പേയബിൾ ഡെപ്റ്റ്, അതായത് തിരികെ അടയ്ക്കേണ്ട പണമല്ല. എന്നാൽ ബാക്കിയുള്ളതെല്ലാം എന്നായിരുന്നാലും ഉക്രൈൻ തിരിച്ചടച്ചേ മതിയാകൂ. അങ്ങനെ അടച്ചില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അതെല്ലാം അവസാനിക്കും. ഇപ്പൊ ട്രംപ് ഓഫീസിലുണ്ടല്ലോ, ഇതിനകം തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നുണ്ട്. പനാമയും ഗ്രീൻലാൻഡും എനിക്കാണ് സ്വന്തമെന്നും പറയുന്നു. കാനഡയെക്കുറിച്ചുള്ള ഒരുപാട് വാർത്തകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈന്റെ ഒരു പകുതി എനിക്ക് എഴുതി തരണം എന്ന് ചോദിച്ചാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. അടുത്ത് റഷ്യയുടെ KH-59 ഫാക്ടറിയിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് അറിയാം. അടുത്തിടെ റഷ്യയുടെ പ്രദേശങ്ങളിൽ ഉക്രൈന്റെ ഈ ഡ്രോൺ ആക്രമണം എന്നത് വർദ്ധിച്ചു വരികയാണ്. ഒരു 10 ദിവസത്തിന് മുൻപുള്ള ഡേറ്റ് എടുത്ത് നോക്കിയാൽ ആഴ്ചയിൽ 1-2 എന്ന രീതിയിലായിരുന്നു ആക്രമണം. പക്ഷെ ന്യൂ ഇയറിന് ശേഷം ഒരു ജനുവരി 10 ശേഷം നോക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ 2-3 സ്ട്രൈക്ക് നടക്കാൻ തുടങ്ങി. ഉക്രൈൻ ഉപയോഗിക്കുന്നതെല്ലാം ഉക്രൈൻ നിർമ്മിത ഡ്രോൺസ് ആണ്. ഉക്രൈന്റെ ഈ ലോങ് റേഞ്ച് മിഷൻസ് എന്നത് റഷ്യയുടെ സപ്ലൈ നെറ്റ്വർക്സിനെ ഒരല്പം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. കാരണം KH-59 മിസൈൽസിനെ സംബന്ധിച്ച് ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈൽ ആണ്. ഇത് ആന്റി ഷിപ്പ് മിസൈലായി ഉപയോഗിക്കുന്നുണ്ട്, ആന്റി എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലായി ഉപയോഗിക്കുന്നുണ്ട്, കൂടാതെ ലാൻഡ് അറ്റാക്ക് മിസൈലായും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിനെ ഉക്രൈൻ ആക്രമിക്കണം എന്ന് ചിന്തിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല. പക്ഷേ ഇവർ ആക്രമിച്ചതിൽ ഇമ്പാക്ട് ഉണ്ടായിട്ടുള്ളത് 2 ഫാക്ടറിയിലെ മേൽക്കൂരയിൽ ഈ ഡ്രോൺ വീണ് പൊട്ടിത്തെറിച്ചു. അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. പക്ഷേ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാകും നീണ്ട സമയമൊന്നും ആ ഒരു തീപിടുത്തം നീണ്ടുപോയില്ല. അതിനപ്പുറം പെനട്രേറ്റ് ചെയ്ത് ആ ഡ്രോണിനെ കൊണ്ട് വലിയ നാശം അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നും തോന്നുന്നില്ല. ആ ഡ്രോൺ അവിടെ വീണ് അതിന്റെ ഫ്യൂവൽ എക്സ്പ്ലോസീവ് ചാർജസ് പൊട്ടിത്തെറിച്ചതിൽ ഒരു ഫയർ ഉണ്ടായി. അവിടെയുള്ള ലോക്കൽ മീഡിയാസിന്റെ വാർത്തകൾ എടുത്ത് നോക്കിയാലും എപ്പോഴത്തെയും പോലെ ഫാക്ടറി റണ്ണാകുന്നുവെന്നും ഒറ്റ പ്രദേശത്ത് മാത്രം പുക വരുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും സെലൻസ്കി ആയുധ സഹായം ഇത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്നു, എന്നാൽ ഇപ്പോ പണം ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ട്രംപിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.